നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 3-4 ക്ലാസ്സുകളായിക്കൊണ്ട് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഭൂമിശാസ്ത്രത്തിന്റെ 2ാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിന്റെ 3ാമത്തെ ഭാഗത്തോട് കടക്കുകയാണ്. ഇന്നത്തോടു കൂടി ഈ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക് അവസാനിക്കുന്നതായിരിക്കും. നാളെ നമുക്ക് മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു, എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾക്ക് അതേ സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സും മറ്റൊക്കെ ലഭ്യമാകാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടെ എല്ലാവരും അംഗമാവുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാം. ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 3ാമത്തെ ക്ലാസ്സാണിത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. 31ാമത്തെ ചോദ്യം. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേരെന്ന്? മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേരെന്ന്? നമുക്കറിയാം, കഴിഞ്ഞ 3-4 വർഷങ്ങളായിക്കൊണ്ട് പല സ്ഥലങ്ങളുടെ പേര് മാറുന്നുണ്ട്. അപ്പോൾ ആ പേര് മാറുന്നതെല്ലാം നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. PSC പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ റീസെന്റ് വന്നിരിക്കുന്ന ഔറംഗാബാദിന്റെ പുതിയ പേരാണ്. നോക്കാം, ഉത്തരം എന്താണ്? സാംഭാജി നഗർ. എന്താണ്? സാംഭാജി നഗർ. അപ്പം ഇക്കൂട്ടത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കഴിഞ്ഞ വർഷങ്ങളിൽ മാറിയ ചില പേരുകൾ മാത്രം എടുത്ത് പറയുന്നു. ഒന്ന്, മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിന്റെ പേര്, അതാണ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, സാംഭാജി നഗർ. ഗുൽഷാനാബാദിന്റെ പുതിയ പേര് നാസിക്. എന്താണ്? ഗുൽഷാനാബാദിന്റെ പുതിയ പേര് നാസിക്. ചിറാപൂഞ്ചിയുടെ പുതിയ പേര് സൊഹറ. എന്താണ്? ചിറാപൂഞ്ചിയുടെ പുതിയ പേര് സൊഹറ. വഡോദരയുടെ പുതിയ പേര് ബറോഡ. ഇതൊക്കെ മുമ്പത്തെ ചോദ്യങ്ങളാണ്. ഉത്തരാഞ്ചലിന്റെ പുതിയ പേര് ഉത്തരാഖണ്ഡ്. അലഹാബാദിന്റെ പുതിയ പേര് പ്രയാഗ്രാജ്. ഹോഷങ്കാബാദിന്റെ പുതിയ പേര് നർമ്മദാപുരം. ഇതിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ സാംഭാജി നഗർ തന്നെയാണ്. ബാക്കിയെല്ലാം കുറച്ച് പഴയതാണ്. ഇതിൽ പലതും മുമ്പ് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു നർമ്മദാപുരം ഒക്കെ 2018-19 കാലഘട്ടത്തിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു നാഷണൽ ലെവലിലൊക്കെ. അപ്പൊ ഇതാണ് ഈ ഒരു കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത്. 32ാമത്തെ ചോദ്യം. 24 വർഷത്തിനിടെ 4 ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് കുടുംബ വനവൽക്കരണ ക്യാമ്പയിനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ട്രീ ടീച്ചർ എന്ന് അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. ട്രീ ടീച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ചോദ്യം വരാം. ഞാൻ കുറച്ച് എലാബറേറ്റ് ആയിട്ട് ചോദ്യം കൊടുക്കാനുള്ള കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായിക്കൂടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഉത്തരം എന്താണ്? ഭേരാറാം ഭഗർ. എന്താണ്? ഭേരാറാം ഭഗർ. ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കി. ഇദ്ദേഹം രാജസ്ഥാനാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശമൊക്കെ. ഇദ്ദേഹം ഒരു ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനാണ്. ഒരു വർഷത്തിൽ അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ സാലറി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള വനവൽക്കരണത്തിന് വേണ്ടിയിട്ട്, അഫോറസ്റ്റേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും പ്രശസ്തനായിരിക്കുന്നത്. ഓക്കെ, 24 വർഷത്തിനിടെ 4 ലക്ഷം മരങ്ങളാണ് അദ്ദേഹം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ട്രീ ടീച്ചർ എന്നറിയപ്പെടുന്നത്. ട്രീ ടീച്ചർ. അപ്പം ഭേരാറാം ഭഗർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് 33. 2023 ജാനുവരി 13 ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും യാത്ര ആരംഭിച്ച് ബംഗ്ലാദേശിലൂടെ കടന്ന് ആസാമിലെ ദീബ്രുഗഡിൽ എത്തുന്ന ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീജല സർവീസ് നടത്തുന്ന കപ്പലിന്റെ പേരെന്താണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജോഗ്രഫിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. ആസാമിലെ ദീബ്രുഗഡ് എല്ലാം നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്ന ഒരു പ്രദേശമാണ്. മാത്രമല്ല, ഈ ഒരു ദീബ്രുഗഡും അതുപോലെ തന്നെയാണെങ്കിൽ ബ്രഹ്മപുത്രയും ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു പല പോയിന്റ്സ് നമ്മൾ പഠിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. അറിഞ്ഞിരിക്കാം, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീജല സർവീസ് നടത്തുന്ന കപ്പലിന്റെ പേരെന്താണ്? ഉത്തരം ഗംഗാവിലാസ്. എന്താണ്? ഗംഗാവിലാസ്. എവിടുന്നാ സ്റ്റാർട്ട് ചെയ്തത്? ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന്. എങ്ങോട്ടാ പോയത്? ബംഗ്ലാദേശ് വഴിയും എങ്ങോട്ടെത്തി? ആസാമിലോട്ടെത്തി. ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിന്റെ പേരാണ് ഗംഗാവിലാസ്. റിലേറ്റഡ് ഫാക്ട്സ് മനസ്സിലാക്കാം. 2023 ജാനുവരി 13 ഈ കപ്പൽ യാത്ര ആരംഭിച്ചത്. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്ന് ആരംഭിച്ചു, ബംഗ്ലാദേശിലൂടെ പ്രവേശിച്ച് ദീബ്രുഗഡിലൂടെ ആസാമിലെത്തി. യാത്രയിൽ ഏകദേശം 4000 കിലോമീറ്റർ. 4000 കിലോമീറ്റർ 50 ദിവസം കൊണ്ടാണ് ഈ ഒരു കപ്പൽ പിന്നിട്ടത്. സ്വകാര്യ കമ്പനിയായ അന്തര ലക്ഷറി ക്രൂയിസ്. എന്താണ്? സ്വകാര്യ കമ്പനിയായ അന്തര ലക്ഷറി ക്രൂയിസും JM ബക്സി ക്രൂയിസും ഉൾനാടൻ ജലപാത അതോറിറ്റിയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു യാത്ര നടത്തിയെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു 3ാമത്തെ പോയിന്റ് അത്ര പ്രധാനപ്പെട്ടതല്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു കമ്പനിയുടെ പേര് മനസ്സിലാക്കി വെക്കുക, അന്തര ലക്ഷറി ക്രൂയിസ് കേട്ടോ. അതുപോലെ തന്നെയാണെങ്കിൽ 4000 കിലോമീറ്റർ ആണ് ഈ 50 ദിവസം കൊണ്ട് ഈ ഒരു ക്രൂയിസ് താണ്ടിയത് എന്ന് കൂടെ മനസ്സിലാക്കണം. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നദീജല സർവീസ് നടന്ന കപ്പലാണ് ഏത്? ഗംഗാവിലാസ്. യെസ്. നെക്സ്റ്റ് 34ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും താഴ്ചയിൽ വസിക്കുന്ന മത്സ്യം. ഇത് 2023 കാണപ്പെട്ടത്. ഓക്കെ, കണ്ടെത്തിയത്. ഉത്തരം
സ്യൂഡോലി പാരീസ്. ഓക്കെ, സ്യൂഡോലി പാരീസ് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. മനസ്സിലാക്കാം. ഇത് കണ്ടെത്തിയത് എവിടെയാണ്? ജപ്പാനാണ് കേട്ടോ. ജപ്പാനിലെ സൂഡോലി പാരീസ്, ജപ്പാനാണ് സൂഡോലി പാരീസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ഇനത്തിൽപ്പെട്ട മത്സ്യത്തെ കണ്ടെത്തിയത്. ഇത് ലോകത്തിലെ ഏറ്റവും താഴ്ചയിൽ വസിക്കുന്ന മത്സ്യമായിട്ടാണ് ശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഭൂരിഭാഗം ഫാക്ട്സും ഒക്കെ വൺ വേർഡ് ഫാക്ടുകളാണ്. റിലേറ്റഡ് ഫാക്ട്സ് കുറവാണ്. വളരെ കുറഞ്ഞ ഫാക്ട്സിന് മാത്രമേ റിലേറ്റഡ് ഫാക്ട്സ് ഉള്ളൂ. ബാക്കിയെല്ലാം വൺ വേർഡ് ഫാക്ട്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്യൂഡോലി പാരീസ് ആണ് ലോകത്തിലെ ഏറ്റവും താഴ്ചയിൽ വസിക്കുന്ന മത്സ്യം. 35ാമത്തെ ചോദ്യം. 2023 മെയിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് മോക്കയ്ക്ക് പേര് നൽകിയ രാജ്യം ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിപ്പർജോയിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ബിപ്പർജോയിയുടെ അർത്ഥം എന്താണെന്നും ഏത് രാജ്യമാണ് ബിപ്പർജോയിക്ക് പേര് നൽകിയെന്നും ഡിസ്കസ് ചെയ്തിരുന്നു. ഇത്തവണ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോക്ക എന്ന് പറയുന്ന ചുഴലിക്കാറ്റിനും ആ പേര് നൽകിയ രാജ്യം ഏതാണെന്നുള്ളതാണ്. ഉത്തരം മനസ്സിലാക്കുക. യമൻ കേട്ടോ. മോക്ക എന്ന് പറയുന്ന ചുഴലിക്കാറ്റിനും പേര് നൽകിയത് ആരാണ്? യമൻ. ബിപ്പർജോയി ആരായിരുന്നു? പഠിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ബിപ്പർജോയിക്ക് ഏത് രാജ്യമാണ് പേര് നൽകിയെന്നുള്ളത്. നെക്സ്റ്റ് 36ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പിന്റെ പേരെന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പിന്റെ പേരെന്താണ്? ഉത്തരം എന്താണ്? ഐക്കൺ ഓഫ് ദി സീസ്. എന്താണ്? ഐക്കൺ ഓഫ് ദി സീസ്. അപ്പൊ ഞാൻ ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ചില ഷിപ്പും കൂടെ എടുത്ത് പറയുന്നുണ്ട്. ഓരോ ഷിപ്പുകളും അവരുടെ നീളം കൂടെ പറയുന്നുണ്ട്. ഒന്ന് ഐക്കൺ ഓഫ് ദി സീസ് എന്ന് പറയുന്നത് 1198 അടിയാണ് അതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. വണ്ടർ ഓഫ് ദി സീസ് എന്ന് പറയുന്നത് 1187.8 അടിയാണ്. ഓക്കെ. സിംഫണി ഓഫ് ദി സീസ് എന്ന് പറയുന്നത് 1184.42 അടിയാണ്. അലൂർ ഓഫ് ദി സീസ് എന്ന് പറയുന്നത് 1180 അടിയാണ്. അപ്പൊ ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ഷിപ്പ് എന്ന് പറയുന്ന ക്രൂയിസ് എന്ന് പറയുന്നത് 1198 അടിയുള്ള ഐക്കൺ ഓഫ് ദി സീസ് ആണ് കേട്ടോ. ഐക്കൺ ഓഫ് ദി സീസ് ആണ്. ചോദ്യം എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പിന്റെ പേരെന്ത്? ഐക്കൺ ഓഫ് ദി സീസ്. നെക്സ്റ്റ് 37. അതിക്രമം കാട്ടുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കാൻ വനം വകുപ്പിന്റെ കീഴിൽ രാജ്യത്ത് ആദ്യമായി നിലവിൽ വരുന്ന പാർക്ക് എവിടെ? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ കേരളത്തിലാണ്. മനസ്സിലാക്കാം. കോട്ടൂർ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ് അതിക്രമം കാട്ടുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കാൻ വനംവകുപ്പിന്റെ കീഴിൽ രാജ്യത്ത് ആദ്യമായി നിലവിൽ വരുന്ന എലഫന്റ് പാർക്ക്. ഓക്കെ, ഓൾറെഡി കോട്ടൂർ ആണെങ്കിൽ ഒരു എലഫന്റ് സാങ്ച്വറിയും എലഫന്റ് പാർക്കും കൂടെ ഉണ്ട്. അതിനൊന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അതിക്രമം കാട്ടുന്ന കാട്ടാനകളെ കൂടെ പിടിച്ചിടാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റുന്നത്. 2021 ഇവിടുത്തെ ഒരു എലഫന്റ് പാർക്കിന് ഇനാഗുറേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിക്കൊണ്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത് മനസ്സിലാക്കാം. കോട്ടൂർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി 38ാമത്തെ ചോദ്യം. 2021 ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗത്തിന്റെ പേരെന്താണ്? 2021 ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ അനുഭവപ്പെട്ട ഉഷ്ണതരംഗത്തിന്റെ പേരാണ് എന്ത്? സെർബറസ്. ഓക്കെ, മനസ്സിലാക്കാം. സെർബറസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പുരാണങ്ങളിൽ അധോലോകത്തെ കാക്കുന്ന 3 തലയുള്ള നായാണ് സെർബറസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പേരാണ് ഈ ഉഷ്ണതരംഗത്തിന് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി അനുഭവപ്പെട്ടത് എവിടെയായിരുന്നു? തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇറ്റലിയിലുമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു പേരും അതെന്താണ് അർത്ഥമാക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജോഗ്രഫിയിൽ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് 40ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എന്ന റെക്കോർഡ് നേടിയ കെട്ടിടം ഏതാണ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലാണ്. മനസ്സിലാക്കുക. എന്നാണ്? സൂറത്ത് ഡയമണ്ട് ബോസ് എന്ന് പറയുന്ന ഈ കെട്ടിടം. സൂറത്തിലെ ഡയമണ്ട് ബോസ് ഏറെക്കുറെ 4500 ഓഫീസുകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫീസ് സമുച്ചയമാണ് സൂറത്ത് ഡയമണ്ട് ബോസ് എന്ന് പറയുന്നത്. ഓക്കെ, അമേരിക്കയിലെ പെൻജഗണെ പിന്തള്ളിക്കൊണ്ടാണ് ഈ സൂറത്ത് ഡയമണ്ട് ബോസ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമായിട്ട് മാറുന്നത്. ഓക്കെ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, സൂറത്ത് ഡയമണ്ട് ബോസ് ഗുജറാത്ത് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഗുജറാത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏത്? മനസ്സിലാക്കാം. ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്, ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറയുന്ന ഒരു പോളിസി ആണെങ്കിൽ 2008 മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് വ്യാപിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു പോളിസിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് നിലവിൽ വരുന്ന എല്ലാ എയർപോർട്ടുകളും ഗ്രീൻഫീൽഡ് എയർപോർട്ടുകളാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രകൃതിക്ക് വലിയ രീതിയിലുള്ള കോട്ടം തട്ടാത്ത രീതിയിൽ നിർമ്മിക്കപ്പെടുന്ന എയർപോർട്ടുകളാണ്. അർബൻ മേഖലയിൽ നിന്ന് മാറിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിൽ കോട്ടം തട്ടാത്ത രീതിയിൽ നിർമ്മിക്കപ്പെടുന്ന മേഖലയിലാണ് ഇത്തരത്തിൽ എയർപോർട്ടുകൾ നിർമ്മിക്കാറുള്ളത്. അക്കൂട്ടത്തിൽ ഗുജറാത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് ഏതെന്ന് പറയുന്നത്? രാജ്കോട്ട് വിമാനത്താവളം. കേട്ടോ, ഓർത്തിരിക്കുക. ഗുജറാത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് രാജ്കോട്ട് എയർപോർട്ട്. ഇനി 42ാമത്തെ ചോദ്യം. ഡ്രോൺ പറത്താൻ DGCA ലൈസൻസ് ലഭിച്ച ആദ്യത്തെ മലയാളി വനിത?
DGCA ലൈസൻസ് ലഭിച്ച ആദ്യത്തെ മലയാളി വനിത ആരാണ്? ഉത്തരം റിൻഷ പട്ടക്കൽ. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഞാൻ പ്രധാനപ്പെട്ട മറ്റു പല വനിതകളെയും കൂടെ പേരെടുത്ത് പറയുന്നു. കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് ജെനി ജെറോം. കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് ജെനി ജെറോം. കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറാണ് ഒ സജിത. കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറാണ് ഒ സജിത. ഇന്ത്യയുടെ ആദ്യ വനിതാ മെർച്ചന്റ് നേവി ക്യാപ്റ്റൻ ആണ് രാധിക മേനോൻ. ഇന്ത്യയുടെ ആദ്യത്തെ മെർച്ചന്റ് നേവി ക്യാപ്റ്റൻ ആണ് രാധിക മേനോൻ കേട്ടോ. അപ്പൊ ഈ ഒരു 3 അഡീഷണൽ ഫാക്ട്സും കൂടെ ഈ റിൻഷ പട്ടക്കലിനെ കൂടുതൽ മനസ്സിലാക്കി വെക്കാം. ഡ്രോൺ പറത്താൻ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ DGCAയുടെ ലൈസൻസ് ലഭിച്ച ആദ്യത്തെ മലയാളി വനിതയാണ് റിൻഷ പട്ടക്കൽ. നെക്സ്റ്റ് 43ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് നാഷണൽ പവർ പ്രൊജക്ട് ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു കറണ്ട് അഫയർ തന്നെയാണത്. 100% എല്ലാവരും ഈ ഒരു കറണ്ട് അഫയർ പഠിച്ചിരിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് നാഷണൽ പവർ പ്രൊജക്ട് ഏതാണ്? ട്രാൻസ് നാഷണൽ പവർ പ്രൊജക്ട്. ഇതൊരു സ്റ്റാറ്റിക് GK പോയിന്റും കൊണ്ട് ആവുന്നു. കറണ്ട് അഫയർ ആണ്. ഇതൊരു സ്റ്റാറ്റിക് GK പോയിന്റ് ആയിട്ട് നമ്മൾ ഇനിയും പഠിക്കേണ്ടി വരും പവർ പ്ലാന്റ് പഠിക്കുന്ന കൂട്ടത്തിൽ. ഉത്തരം എന്താണ്? ഗോഡ പവർ പ്ലാന്റ്. ഗോഡ പവർ പ്ലാന്റ് മനസ്സിലാക്കി വെക്കാം. ഗോഡ പവർ പ്ലാന്റ് ജാർഖണ്ഡിലാണ് ഗോഡ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അറിഞ്ഞിരിക്കുക, ഇതൊരു അദാനി കമ്പനിയുടെ കീഴിൽ വരുന്ന അദാനി പവർ പ്ലാന്റ്സിന് കീഴിൽ വരുന്ന ഒരു പവർ പ്ലാന്റ് ആണ്. ഇതിന്റെ മെയിൻ ഉദ്ദേശം ഇതൊരു ട്രാൻസ് നാഷണൽ പവർ പ്ലാന്റ് ആവാനുള്ള കാരണം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ആർക്കാണ് നൽകുന്നത്? ബംഗ്ലാദേശിനാണ്. അപ്പോൾ ബംഗ്ലാദേശിനാണ് ഇവിടുത്തെ വൈദ്യുതി വിതരണം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാൻസ് നാഷണൽ പവർ പ്രൊജക്ട് ആണ്. ഇതിന്റെ പേര് ഗോഡ പവർ പ്ലാന്റ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അപ്പൊ ഇതിന്റെ ബെനിഫിഷ്യറി മെയിൻലി ആരാണ്? ബംഗ്ലാദേശ് ആണെന്ന് മനസ്സിലാക്കാം. 44 2022 ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ഏതാണ്? ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ഏതാണ്? അപ്പോൾ ഇതിന്റെ ഉത്തരത്തോട്ട് കടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എത്ര ടൈഗർ റിസർവുകളുണ്ട് എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാം. കൂടുതൽ തന്നെ മനസ്സിലാക്കാം. ഈ 2022 ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് 2022 റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പുറത്തിറങ്ങിയത് 2023 ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള ടൈഗർ റിസർവ് ആണ് ജിം കോർബറ്റ് ടൈഗർ റിസർവ് എന്ന് മനസ്സിലാക്കാം. 250 കൂടുതൽ ടൈഗേഴ്സ് ആണെങ്കിൽ ഈ ടൈഗർ റിസർവിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ജിം കോർബറ്റ് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് ടൈഗർ റിസർവ്. മറക്കണ്ട, ഇന്ത്യയിൽ എത്ര ടൈഗർ റിസർവ് ഉണ്ടെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാം. നെക്സ്റ്റ്, അപ്പോൾ അന്താരാഷ്ട്ര ഇതിനെ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, അന്താരാഷ്ട്ര കടുവാ ദിനം. എല്ലാ വർഷവും നമ്മൾ ഇന്റർനാഷണൽ ടൈഗേഴ്സ് ഡേ ആയിക്കൊണ്ട് കടുവാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് ജൂലൈ 29 ജൂലൈ 29 മനസ്സിലാക്കണം. ജൂലൈ 29. യെസ്. നെക്സ്റ്റ് 45 ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ്? ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ. മനസ്സിലാക്കുക. ദ്വാരക എക്സ്പ്രസ് വേ ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ എന്ന് മനസ്സിലാക്കാം. അറിഞ്ഞിരിക്കുക, 27.6 കിലോമീറ്റർ ആണ് ഈ പാതയുടെ ദൂരം. ഇതിനെ കൂടുതൽ അറിഞ്ഞിരിക്കുന്ന 2-3 പോയിന്റ്. ഇതിനെ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയിലെ ദ്വാരക മുതലൊക്കെ ഗുരുഗ്രാമിലെ ഗർക്കി ദൗല ടോൾ പ്ലാസ വരെയാണ് ഇതിന്റെ ഒരു ബിഗിനിങ് ആൻഡ് എൻഡിങ് എന്ന് പറയുന്നത്. 27.6 കിലോമീറ്റർ ആണ് ദ്വാരക എക്സ്പ്രസ് വേ. ദ്വാരകയിൽ നിന്ന് തുടങ്ങി ഗുരുഗ്രാമിലെ ഗർക്കി ദൗല ടോൾ പ്ലാസ വരെയാണ് ഇതിന്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നോർത്തേൺ പെരിഫറൽ റോഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ എക്സ്പ്രസ് വേ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ദ്വാരക എക്സ്പ്രസ് വേ. നോർത്തേൺ പെരിഫറൽ റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ എക്സ്പ്രസ് വേ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ. അതേപോലെ തന്നെയാണെങ്കിൽ ദേശീയപാത 248 BB ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നാഷണൽ ഹൈവേ 248 BB, ദേശീയപാത 248 BB എന്നറിയപ്പെടുന്നത് ദ്വാരക എക്സ്പ്രസ് വേ. അതോടൊപ്പം തന്നെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കുക, നോർത്തേൺ പെരിഫറൽ റോഡ്, ഇതും ദ്വാരക എക്സ്പ്രസ് വേ. അപ്പോൾ ദ്വാരക എക്സ്പ്രസ് വേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ വരാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണെങ്കിൽ ഈ പേരിലെല്ലാം അറിയപ്പെടുന്നത് തന്നെയാണ് ദ്വാരക എക്സ്പ്രസ് വേ ആണ്. നെക്സ്റ്റ് 46ാമത്തെ ചോദ്യം. 2023 ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത ഉത്ഖേല ആഭ്യന്തര ഡൊമസ്റ്റിക് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓക്കെ, 2023 ഓഗസ്റ്റ് ഉദ്ഘാടനം ചെയ്ത ഉത്ഖേല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഒഡീഷ. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ 2024 ലോക്സഭാ ഇലക്ഷന്റെ കൂട്ടത്തിൽ തന്നെ നിയമസഭാ ഇലക്ഷനും കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒഡീഷ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ആഭ്യന്തര വിമാനത്താവളമാണ് ഇത് ഉത്ഖേല. 2023 ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു ഒഡീഷ. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വിമാനത്താവളം നിർമ്മിച്ചതെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കട്ടെ.
നെക്സ്റ്റ് 47 2023 സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്ത നെച്ചിഫു തുരങ്കം. എന്താണ് നെച്ചിഫു തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നെച്ചിഫു തുരങ്കം ഒക്കെ ടണൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം എന്താണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ഒക്കെ കമന്റ് ചെയ്യാം. അരുണാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററുടെ പേര് കമന്റ് ചെയ്യാം. അറിഞ്ഞിരിക്കുക, നമ്മുടെ തുരങ്കം സ്ഥിതി ചെയ്യുന്ന പാത ബലിപാര തവാങ് റോഡ് കേട്ടോ. തുരങ്കം സ്ഥിതി ചെയ്യുന്ന പാതയുടെ പേരെന്നാണ് ബലിപാര തവാങ് റോഡ്. ബലിപാര തവാങ് റോഡ് ഒക്കെ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള BRO ആണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് മനസ്സിലാക്കണം. ബലിപാര തവാങ് റോഡിലാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെച്ചിഫു തുരങ്കം, അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ് 48ാമത്തെ ചോദ്യം 2023 സെപ്റ്റംബറിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI ഒക്കെ ഫുഡ് അനിമൽ ടാഗ് ലഭിച്ച മൃഗം ഏത്? അപ്പൊ FSSAIയുടെ ഫുഡ് അനിമൽ ടാഗ് ലഭിച്ച മൃഗത്തിന്റെ പേരെന്താണ്? മൃഗം ഏതാണ്? ഉത്തരം മിഥുൻ. ഓക്കെ, മനസ്സിലാക്കാം. ഈ മിഥുൻ എന്ന് പറയുന്ന മൃഗവുമായി ബന്ധപ്പെട്ട് 2-3 ഫാക്ട്സ് പഠിക്കാനുണ്ട്. എന്താണ്? കാറ്റൽ ഓഫ് മൗണ്ടെയിൻ. എന്താണ് കാറ്റൽ ഓഫ് മൗണ്ടെയിൻ എന്നറിയപ്പെടുന്നത് മിഥുനാണ്. കാറ്റൽ ഓഫ് മൗണ്ടെയിൻ എന്നറിയപ്പെടുന്നത് മിഥുനാണ്. ഒന്ന്. രണ്ടാമത് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, ഈ 2 സംസ്ഥാനങ്ങളുടെ സംസ്ഥാന മൃഗമാണ്, സ്റ്റേറ്റ് അനിമലാണ് മിഥുൻ എന്നറിയപ്പെടുന്ന കാറ്റൽ ഓഫ് മൗണ്ടെയിൻ കേട്ടോ. അപ്പൊ ഒരു കാറ്റൽ ഓഫ് മൗണ്ടെയിൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിന്റെയും അതോടൊപ്പം തന്നെ നാഗാലാൻഡിന്റെയും സംസ്ഥാന മൃഗം കൂടിയാണ് മിഥുൻ എന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് 49ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യ AI കോൺക്ലേവ്, കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അല്ലെ AI കോൺക്ലേവിന് വേദിയാകുന്ന ജില്ല ഏതാണ്? ഉത്തരം എന്താണ്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ AI കോൺക്ലേവിന് വേദിയാകുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അറിഞ്ഞിരിക്കാം. യെസ്. നെക്സ്റ്റ് 50ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് എവിടെയാണ്? ഏത് ജില്ല എന്നുള്ളതല്ല ചോദിക്കുന്നത്, ഏത് സ്ഥലത്താണ്? കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര സമരവുമായി ബന്ധപ്പെട്ട നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ്. ആ പുന്നപ്ര ജോഗ്രഫിയുടെ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി പുന്നപ്രയിലാണ് വരാൻ പോകുന്നത്. അറിഞ്ഞിരിക്കാം. ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര സ്ഥിതി ചെയ്യുന്നത്. പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഇക്കോ ടൂറിസം, കേരള ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം വിഭാഗവും സോഷ്യൽ ഫോറസ്ട്രി, കേരള വന വകുപ്പിന് കീഴിലുള്ള സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം. അപ്പോൾ കേരള ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം വിഭാഗവും വനം വകുപ്പിന് കീഴിലുള്ള സോഷ്യൽ ഫോറസ്ട്രി വിഭാഗങ്ങൾ ചേർന്നിട്ടാണ് ഈ ഇക്കോ ടൂറിസം ബീച്ച് പുന്നപ്രയിൽ ആരംഭിക്കാൻ പോകുന്നത് മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് 51ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഇതിനോട് കേരള ടച്ചും കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഫാക്ടർ പഠിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറി നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനമൊക്കെ തെലങ്കാനയാണ്. അറിഞ്ഞിരിക്കാം. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ സീതാറാംപൂരിലാണ് ഈ ഫാക്ടറി നിലവിൽ വരാൻ പോകുന്നത്. ഈ ഫാക്ടറി നിർമ്മിക്കുന്നത് കിറ്റെക്സ് ഗ്രൂപ്പാണ് ഈ ഒരു ഫാക്ടറി നിർമ്മിക്കുന്നത് മനസ്സിലാക്കുന്നത്. അറിയാം, കഴിഞ്ഞ വർഷം കിറ്റെക്സും ഗവൺമെന്റും തമ്മിൽ ചെറിയൊരു ഒരസലൊക്കെ ഉണ്ടായി. കിറ്റെക്സിന് MD ആണെങ്കിൽ അവരുടെ ഫാക്ടറി തെലങ്കാനയിലോട്ട് മാറ്റുകയുണ്ടായി. ആ ഒരു ഫാക്ടറി വരാൻ പോകുന്നത് തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ സീതാറാംപൂരിലാണ്. ആ ഫാക്ടറിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഫാക്ടറി ആവാൻ പോകുന്നതെന്ന് മനസ്സിലാക്കും. ഓക്കെ, നെക്സ്റ്റ് 52ാമത്തെയും അവസാനത്തെയും ചോദ്യം. അയോധ്യ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നൽകിയ പുതിയ പേരെന്താണ്? അപ്പോൾ പഴയ പേര് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതാണ്. പക്ഷേ ആ വിമാനത്താവളം വന്ന സമയത്താണ് അതിന്റെ പേര് മാറ്റിയിരുന്നു. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അയോധ്യ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നൽകിയ പുതിയ പേരെന്താണ്? ഉത്തരം എന്താണ്? മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. ജസ്റ്റ് മനസ്സിലാക്കുക, അയോധ്യ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഒരു ഇന്റർനാഷണൽ എയർപോർട്ടാണിത്. അയോധ്യ വിമാനത്താവളത്തിന് ആദ്യം നൽകിയിരുന്ന പേര് മര്യാദ പുരുഷോത്തം ശ്രീറാം അന്താരാഷ്ട്ര വിമാനത്താവളം. എന്തായിരുന്നു? മര്യാദ പുരുഷോത്തം ശ്രീറാം അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ ഫാക്ട് നമ്മൾ 2023 പഠിച്ചാണ്. ആ ഫാക്ട് നമ്മൾ തിരുത്തി പഠിക്കുന്നു. എന്താണ് ഇപ്പോൾ പഠിക്കുന്നത്? പുതിയ പേരെന്താണ്? ഓക്കെ, മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം. മാത്രമല്ല, നവീകരണം നടത്തിയ അയോധ്യ റെയിൽവേ സ്റ്റേഷൻ, ആ അയോധ്യ റെയിൽവേ സ്റ്റേഷൻ നൽകിയ പുതിയ പേരാണ് അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷൻ. അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ഫാക്റ്റും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭൂരിഭാഗം സിംഗിൾ ഫാക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ 1 വേർഡ് ആയിരുന്നു. റിലേറ്റഡ് ഫാക്ട്സ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് ഒരു തവണ കേട്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതോടുകൂടി ജോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് അവസാനിക്കുന്നു. നാളെ നമുക്ക് മറ്റൊരു ടോപ്പിക്കിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്